നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഹാത്മാവിന്റെ 150ാം ജന്മവാർഷികം ആഘോഷിച്ച രാജ്യം. നാടെങ്ങും പുഷ്പാർച്ചനയും പരിസര ശുചീകരണ പ്രവൃത്തികളും നടന്നു. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് പുന്ന നൌഷാദിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് SDPI പ്രവർത്തകൻ വടക്കാഞ്ചേരി തെക്കുംകര സ്വദേശി പാറയ്ക്കൽ അബ്ദുൾ ഷമീർ. പഴഞ്ഞി പരിശുദ്ധ എൽദോ മാർ ബസേലിയോസിന്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ച സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധന്റെ ഓർമ്മപ്പെരുന്നാൾ തുടങ്ങി. മുത്തപ്പന്റെ അനുഗ്രഹം തേടി ആയിരങ്ങൾ പഴഞ്ഞിയിലേക്ക് ഒഴുകുന്നു. പെരുന്നാൾ ആഘോഷക്കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും തത്സമയം പ്രേക്ഷകരിലേക്ക്. വാർത്തകൾ വിശദമായി. മഹാത്മാവിന് പ്രണാമം. സ്വാതന്ത്ര്യ നിഷേധത്തിന്റെ ഇരുണ്ട കാലത്ത് നിന്ന് പ്രകാശത്തിലേക്കും നിറമുള്ള സ്വപ്നങ്ങളിലേക്കും ഭാരതത്തെ നയിച്ച മഹാത്മാഗാന്ധിക്ക് 150ാം ജന്മവാർഷികം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ അഹിംസാ സിദ്ധാന്തത്തിലൂടെ കൂട്ടിയോജിപ്പിക്കുകയും നയിക്കുകയും ചെയ്തതിൽ മഹത്തായ പങ്കുവഹിച്ച വ്യക്തിത്വമെന്ന നിലയിൽ ഈ ദിനത്തിൽ മാത്രമല്ല എക്കാലവും അദ്ദേഹം പ്രചോദനമായി നിലകൊള്ളുന്നു. മഹാത്മാഗാന്ധിയോളം ദീപ്തമായ ഒരു വെളിച്ചവും നാം കണ്ടിട്ടില്ല. അത്രയും മുഴക്കമുള്ള മൊഴിയും അത്രയും കൃത്യതയുള്ള വഴിയും കണ്ടിട്ടില്ല. അത്രയും തെളിമയും എളിമയുമുള്ളൊരു ജീവിതവും തീർച്ചയും മൂർച്ചയുമുള്ളൊരു ദർശനവും നാം ഇതുവരെ അനുഭവിച്ചിട്ടുമില്ല. എല്ലാ വിശേഷണ പദങ്ങളെയും ഗാന്ധിജി ചെറുതാക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ അത്ഭുതപ്പെടുമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രഖ്യാപിച്ചത്. നമുക്ക് ഗാന്ധിജി ഒരു വ്യക്തിയല്ല, കടലാഴമുള്ള ജന്മവും കാലം കവരാത്ത ഓർമ്മപ്പെടുത്തലുമാണ്. മഹാത്മാഗാന്ധിയുടെ ജീവിതവും മരണവുമാണ് ആത്മബലത്തിലേക്കും സഹനപാഠങ്ങളിലേക്കും നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ സത്തയെയും ദർശനത്തെയും നമുക്കുണ്ടാവേണ്ട ബഹുസ്വരതയെയും സഹിഷ്ണുതയെയും സഹജാവബോധത്തെയും നിർവചിച്ചത്. ലളിതമാണ് ഗാന്ധിയൻ ദർശനം, അർത്ഥഗാംഭീര്യമുള്ളതും. എന്നും കാലത്തിനഭിമുഖമായി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് സ്വന്തം രാജ്യത്തിന് അദ്ദേഹം നൽകിയത്. ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കാൻ മഹാത്മജി പരിശ്രമിച്ചു. ദരിദ്രനാരായണർ എന്ന് വിശേഷണം നൽകി. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെക്കുറിച്ച് എന്നും ചിന്തിച്ചു. ഭാരതം ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്നും വിശ്വസിച്ചു. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കാൻ കഴിഞ്ഞുവെന്നതായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ വിജയം. ഭാരതത്തിന്റെ മോചനത്തിനായി അദ്ദേഹം ആവിഷ്കരിച്ച തന്ത്രങ്ങൾ ഒരിടത്തും പരീക്ഷിച്ചു വിജയസാധ്യത നിർണയിച്ചവയായിരുന്നില്ല. ഗാന്ധിജി പ്രായോഗികമാക്കിയ അഹിംസാമാർഗം ചരിത്രഗതിയെ തന്നെ തിരിച്ചുവെന്നതിന് കാലം സാക്ഷ്യം പറയും. അദ്ദേഹം പരീക്ഷിച്ച് വിജയിപ്പിച്ച സത്യാഗ്രഹം അസമത്വത്തിനും വിവേചനത്തിനും പാരതന്ത്രത്തിനുമെതിരെ ലോകം ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും സഫലമായ സമരമാർഗമായി മാറുകയും ചെയ്തു. മാനവികതയിലും മൂല്യങ്ങളിലും വിശ്വാസമർപ്പിച്ച ഗാന്ധിജിയുടെ ജീവിതവും ആശയങ്ങളും പ്രായോഗിക തലത്തിൽ എല്ലാവരും സ്വീകരിച്ചിരുന്നുവെങ്കിൽ കലാപങ്ങൾ ആവർത്തിക്കപ്പെടുമായിരുന്നില്ല, അഴിമതിയും അക്രമവും പെരുകുമായിരുന്നില്ല, കപട രാഷ്ട്രീയക്കാരെ കൊണ്ട് രാജ്യം പൊറുതിമുട്ടുമായിരുന്നില്ല. ഗാന്ധിജി ദൂരെയല്ലെന്നും നമ്മുടെ മനസ്സിനരികെ തന്നെയുണ്ടെന്നും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സ്മൃതി സുഗന്ധമുള്ള ഈ ജന്മദിനം. ആ സാന്നിധ്യം അനുഭവിക്കാൻ നാം സർവാത്മന സജ്ജരാകണമെന്നു മാത്രം. ന്യൂസ് ഡെസ്ക് CCTV. വിവിധയിടങ്ങളിലായി നടന്ന ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ ഈ ബുള്ളറ്റിനിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക്. പഴഞ്ഞി പരിശുദ്ധ എൽദോ മാർ ബസേലിയോസിന്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ച സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ തുടങ്ങി. പെരുന്നാൾ ആഘോഷക്കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ബുധനാഴ്ച വൈകിട്ട് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ സന്ധ്യാനമസ്കാരത്തിന് നേതൃത്വം നൽകി. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, ഡോക്ടർ മാത്യൂസ് മാർ സേവാറിയോസ് എന്നിവരും ഒട്ടേറെ വൈദികരും സഹകാർമ്മികരായി. തുടർന്ന് പൊൻ വെള്ളി കുരിശുകളും വാദ്യമേളങ്ങളുമായി ട്രസ്റ്റി സുമേഷ് പി വിൽസന്റെ നേതൃത്വത്തിൽ പ്രദക്ഷിണം ആരംഭിച്ചു. ദീപാലംകൃതമായ അങ്ങാടികളിലൂടെ നീങ്ങിയ പ്രദക്ഷിണത്തെ വീടുകളിൽ നിലവിളക്കും മെഴുകുതിരികളും കത്തിച്ച് ഇടവകാംഗങ്ങൾ സ്വീകരിച്ചു. കുരിശുപള്ളികളിൽ ധൂപപ്രാർത്ഥന നടത്തി പ്രദക്ഷിണം പള്ളിയിൽ തിരിച്ചെത്തി. തുടർന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ ശ്ലൈഹിക വാഴ്വ് നൽകി അനുഗ്രഹിച്ചു.
രാത്രി ദേശക്കാരുടെ വാദ്യമേളങ്ങളും ആനകളുമായുള്ള എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. 40ഓളം കമ്മിറ്റികളുടെ നേതൃത്വം വാദ്യമേളങ്ങൾ അങ്ങാടികളിൽ വാദ്യവിസ്മയം തീർത്തു. വ്യാഴാഴ്ച രാവിലെ 6:30 പഴയ പള്ളിയിൽ മൂന്നിന്മേൽ കുർബാന, 8:30 പുതിയ പള്ളിയിൽ പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി 5 കുർബാന അർപ്പിക്കും. ഉച്ചയോടെ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് സമാപിക്കും. തുടർന്ന് 3:45 മുത്തുകുടകളും വാദ്യമേളങ്ങളുമായി അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം. തുടർന്ന് 10,000 പങ്കെടുക്കുന്ന പൊതുസദ്യയുമുണ്ടാകും. പെരുന്നാളിന് വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഹവികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, ട്രസ്റ്റി സുമേഷ് പി വിൽസൺ, സെക്രട്ടറി ലിജിൻ ചാക്കോ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ ചമയങ്ങളില്ലാത്ത ആനച്ചന്തം കാണാൻ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി. പഴഞ്ഞി പെരുന്നാളിന് തങ്ങളുടെ ഭാഗങ്ങളിലെത്തിയ ആനകളെ വിവിധ കമ്മിറ്റികൾ വാദ്യമേളങ്ങളുമായി ഗ്രൗണ്ടിലേക്ക് ആനയിച്ചു. കൊമ്പരിൽ വമ്പന്മാരായ പാമ്പാടി രാജൻ, ചിറക്കൽ കാളിദാസൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ തുടങ്ങിയ ആനകൾ എത്തിയതോടെ ആവേശത്തോടെ ആനപ്രേമികൾ ആർത്തുവിളിച്ചു. ഗജസംഗമത്തിൽ 17 ആനകൾ അണിനിരന്നു. പെരുന്നാളിന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി പഴഞ്ഞി ഗ്രൗണ്ടിൽ ഗജസംഗമം നടത്തുന്നത്. പേരുകേട്ട കൊമ്പന്മാരുടെ ഒന്നിച്ചെഴുന്നള്ളത്ത് കാണാൻ നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. നാട്ടാന പരിപാലന ചട്ടങ്ങൾ കർക്കശമായ സാഹചര്യത്തിൽ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് കമ്മിറ്റികൾ എഴുന്നള്ളിപ്പുകൾ നടത്തുന്നത്. രാത്രി പെരുന്നാളിന് കരിവീരന്മാരുടെ സമ്പൂർണ്ണ സാന്നിധ്യം ഉണ്ടാകുമെങ്കിലും പകൽ പെരുന്നാളിന് വനംവകുപ്പ് നിശ്ചയിച്ച സമയത്താണ് ആനകളെ എഴുന്നള്ളിക്കുക. പഴഞ്ഞി പെരുന്നാളിൽ 40ഓളം ആഘോഷ കമ്മിറ്റികൾ പങ്കെടുക്കുന്നുണ്ട്. ദേവാലയ കമ്മിറ്റി മുൻകൈയെടുത്ത് പോലീസ് സാന്നിധ്യത്തിൽ ആഘോഷ കമ്മിറ്റികളുടെ യോഗം ചേർന്നിരുന്നു. പെരുന്നാൾ സുഗമമായി നടത്താനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പള്ളി കമ്മിറ്റിയും പോലീസും ചേർന്ന് നടത്തിയിട്ടുണ്ട്. പഴഞ്ഞി പള്ളി പെരുന്നാൾ പൊതുസദ്യയ്ക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിനിടെ യുവാവ് കുഴഞ്ഞു വീണു മരിച്ചു. തോന്നല്ലൂർ കൊണ്ടപ്പറമ്പിൽ വനജയുടെ മകൻ 24 വയസ്സുള്ള വിവേകാണ് മരിച്ചത്. പണിക്കിടെ കുഴഞ്ഞു വീണ ഇയാളെ ഉടൻ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിശാഖ് സഹോദരനാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. മറ്റു വാർത്തകളിലേക്ക്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം 2018-19 ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന SC വനിതകൾക്കുള്ള ഓട്ടോറിക്ഷ വാങ്ങി നൽകലും ഡ്രൈവിംഗ് പരിശീലനത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ മന്ത്രിയുടെ പ്രതിനിധിയും കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗവുമായ TK വാസു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AV സുമതി അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ അർഹരായ 12 SC വനിതകളെയാണ് തെരഞ്ഞെടുത്ത ഡ്രൈവിംഗ് പരിശീലനം നൽകി ഓട്ടോറിക്ഷ നൽകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് ഇവർക്ക് പരിശീലനം നൽകിയത്. വ്യവസായ വികസന ഓഫീസർ മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ പ്രഭുകുമാർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK സതീശൻ, സദാനന്ദൻ മാസ്റ്റർ, UP ശോഭന, രമണി രാജൻ, ഓമന ബാബു, KS കരീം, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MV പ്രശാന്ത്, പ്രീതി സുരേഷ്, NA ഇക്ബാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് പുന്ന നൌഷാദിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. SDPI പ്രവർത്തകൻ വടക്കാഞ്ചേരി തെക്കുംകര സ്വദേശി പാറക്കൽ അബ്ദുൾ ഷമീറാണ് പിടിയിലായത്. 28 വയസ്സാണ്. നൌഷാദ് വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നവരുടെ എണ്ണം ഇതോടെ 8 ആയി. SDPI പ്രവർത്തകനായ എടക്കഴിയൂർ നാലാങ്കല്ല് തൈപ്പറമ്പിൽ മുബിൻ, പോപ്പുലർ ഫ്രണ്ട് മന്നലാംകുന്ന് ഏരിയ പ്രസിഡന്റ് പുന്നയൂർ അവിയൂർ വാലിപ്പറമ്പിൽ ഫെബീർ, പോപ്പുലർ ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി അംഗം ചെറുതുരുത്തി സ്വദേശി വെട്ടിക്കാട്രി ഇരക്കാട്ടിൽ മുഹമ്മദ് മുസ്തഫ, പോപ്പുലർ ഫ്രണ്ട് ചാവക്കാട് ഡിവിഷൻ മുൻ പ്രസിഡന്റ് പാലയൂർ സ്വദേശി കരിപ്പയിൽ ഫാമിസ് അബൂബക്കർ, ഗുരുവായൂർ കോട്ടപ്പടി കറുപ്പം വീട്ടിൽ ഫൈസൽ, പുന്ന സ്വദേശി അറയ്ക്കൽ വീട്ടിൽ ജമാൽ എന്ന കാരി ഷാജി, ചേലക്കര തൊഴുപ്പാടം ചുന്നോണത്ത് വീട്ടിൽ അർഷാദ് ഹമീദ് എന്നിവരെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ പലരും പോലീസിൽ നേരിട്ട് കീഴടങ്ങുകയായിരുന്നു. ജൂലൈ 30 വൈകിട്ട് 6:30യോടെയാണ് ചാവക്കാട് പുന്ന സെന്ററിൽ വെച്ച് നൌഷാദ് അടക്കം 4 പേരെ വെട്ടി പരിക്കേൽപ്പിച്ചത്. സാരമായി പരിക്കേറ്റ നൌഷാദ് 31-ാം തീയതി രാവിലെ മരണമടഞ്ഞു. CCTV ന്യൂസ്, ചാവക്കാട്. ചാവക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും MA അബൂബക്കർ ഹാജിയും വൈസ് പ്രസിഡന്റ് ധന്യ ഗിരീഷും രാജിവെച്ചു. UDF ഭരിക്കുന്ന ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ധാരണയനുസരിച്ചാണ് മുസ്ലിം ലീഗ് പ്രതിനിധിയായ അബൂബക്കർ ഹാജിയും കോൺഗ്രസ് A വിഭാഗം പ്രതിനിധി ധന്യ ഗിരീഷും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ വിനീതിന് രാജി സമർപ്പിച്ചത്. മൊത്തം 13 അംഗങ്ങളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിന് 6ഉം മുസ്ലിം ലീഗിന് 4ഉം CPM-ന് 3ഉം പ്രതിനിധികളാണുള്ളത്. പ്രസിഡന്റ് സ്ഥാനം ആദ്യ തവണ കോൺഗ്രസും 2ാം തവണ മുസ്ലിം ലീഗും അതിനുശേഷം കോൺഗ്രസിനുമെന്നാണ് UDF ധാരണ. ഇതനുസരിച്ച് കോൺഗ്രസിലെ C മുസ്താഖലിയാണ് അടുത്ത പ്രസിഡന്റ് ആവുക. വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിലെ നസീമ ഹമീദിനും ലഭിക്കും. പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോന് വിട. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച വൈകിട്ട് 7-നായിരുന്നു അന്ത്യം. പ്രമുഖ പ്രവാസി വ്യവസായിയും സംസ്ഥാന സർക്കാരിന്റെ നോർക്ക വൈസ് ചെയർമാനുമായിരുന്ന അദ്ദേഹം ജീവകാരുണ്യ മേഖലയിലും ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു.
എറണാകുളത്തെ ആസ്റ്റർ ആശുപത്രിയിൽ 2 ആഴ്ചയായി ചികിത്സയിലിരിക്കെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഒരാഴ്ച മുൻപാണ് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മൃതദേഹം റോഡുമാർഗം തൃശൂരിലേക്ക് കൊണ്ടുവന്ന സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 6-ന് ഔദ്യോഗിക ബഹുമതിയോടെ പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. തൃശൂർ ചേരിൽ കൃഷ്ണമേനോൻ എന്ന CK മേനോൻ ഖത്തർ ആസ്ഥാനമായ ബർസാത് ഗ്രൂപ്പ് വ്യവസായ ശൃംഖലയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ജയശ്രീ മേനോനാണ് ഭാര്യ. അഞ്ജന മേനോൻ, ശ്രീരഞ്ജിനി മേനോൻ, ജയകൃഷ്ണൻ മേനോൻ എന്നിവർ മക്കളാണ്. തൃശൂർ പാട്ടുരാക്കൽ ചേരിൽ കാർത്തിയേനി അമ്മയുടെയും പുളിയങ്കോട്ട് നാരായണൻ നായരുടെയും മകനായ CK മേനോൻ തൃശൂർ വിവേകോദയം, CMS സ്കൂൾ, സെന്റ് തോമസ് കോളേജ്, കേരളവർമ്മ കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിനുശേഷം ജബൽപൂർ സർവകലാശാലയിൽ നിന്ന് നിയമബിരുദം നേടി. ശേഷം CK വീട്ടുകാർ നടത്തിക്കൊണ്ടിരുന്ന ശ്രീരാമജയം ബസ് സർവീസിൽ അച്ഛന്റെ സഹായിയായി. 1974 ബസ് സർവീസ് നിർത്തിയതിനെ തുടർന്ന് 1975 ഖത്തറിൽ ജോലിയിൽ പ്രവേശിച്ചു. തുടർന്നാണ് സ്വന്തമായി ട്രാൻസ്പോർട്ട് വ്യവസായത്തിലേക്ക് കടന്നത്. പെട്രോളിയം, ട്രേഡിംഗ്, പെട്രോൾ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്, സ്റ്റീൽ വ്യവസായം, ബേക്കറി എന്നിവ ഉൾപ്പെട്ട ബർസാത് ഗ്രൂപ്പായി ഇത് വളർന്നു. ഇപ്പോൾ 13 വിദേശ രാജ്യങ്ങളിലായി ബിസിനസ് സംരംഭങ്ങളുണ്ട്. ജീവകാരുണ്യ സാമൂഹ്യ സേവന മേഖലകളിൽ ഏറെ പ്രശസ്തനാണ്. 2006 കേന്ദ്ര സർക്കാർ ഭാരതീയ പ്രവാസി പുരസ്കാരവും 2007 പത്മശ്രീയും നൽകി ആദരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഭക്തജന പ്രതിഷേധ സംഗമം നടത്തി. പടിഞ്ഞാറേ നടയിൽ നടന്ന സംഗമം ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് KR അനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ശശി ആനക്കോട്ടിൽ, മണി ഒരുമനയൂർ എന്നിവർ സംസാരിച്ചു. അന്തരിച്ച തന്ത്രിമുഖ്യൻ പുലിയന്നൂർ അനുജൻ നമ്പൂതിരിപ്പാടിന് നാടിന്റെ യാത്രാമൊഴി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. 96 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി മനപ്പറമ്പിൽ നടന്നു. എളവള്ളി പുലിയന്നൂർ ആര്യൻ നമ്പൂതിരിപ്പാടിന്റെയും ബ്രഹ്മകുളം അവിഞ്ഞിക്കാട്ട് ശ്രീദേവി അന്തർജനത്തിന്റെയും മകനാണ്. അച്ഛന്റെ അനുജനായ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് താന്ത്രിക രംഗത്തെ ഗുരു. കടവല്ലൂരിൽ പ്രശസ്തമായ രീതിയിൽ വേദപ്രയോഗങ്ങൾ നടത്തിയ അനുജൻ നമ്പൂതിരിപ്പാട് 35 വർഷം തൃശൂർ ബ്രഹ്മസ്വ മഠത്തിൽ വേദാധ്യാപകനായിരുന്നു. വടക്കുന്നാഥൻ, തിരുവമ്പാടി, പാറമേക്കാവ്, ചോറ്റാനിക്കര, പാഴൂർ, ആമേടമംഗലം, ബ്രഹ്മകുളം തുടങ്ങി 300-ൽ അധികം ക്ഷേത്രങ്ങളിലെ താന്ത്രിക സ്ഥാനം അലങ്കരിച്ചിരുന്നു. 2017 രേവതി പട്ടത്താനം, പാതിരാകുന്നത്തുനിന്നും നാഗകീർത്തി പുരസ്കാരം, ഒളപ്പമണ്ണയിൽ നിന്നും ദേവിപ്രസാദ പുരസ്കാരം, പാലക്കാട് പുത്തൂരിൽ നിന്നും താന്ത്രിക കുലപതി പുരസ്കാരം, അഖില കേരള തന്ത്രി സമാജത്തിന്റെ താന്ത്രിക പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് VR സജിത്ത് അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, VK രഘുസ്വാമി, അമ്പലപ്പാട്ട് മണികണ്ഠൻ, V കേശവൻ, സുരേഷ് മമ്പർബിൽ, മീന ശലമോൻ, CV ബേബി, സഫീന അസീസ്, NK കബീർ തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലാളികളെ ആദരിക്കലും ഐഡന്റിറ്റി കാർഡ്, ഇൻഷുറൻസ്, ചികിത്സാ സഹായ വിതരണവും നടന്നു. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന് കീഴിൽ മഴുവഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ആക്ട്സ് സ്നേഹഭവൻ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ 3ാം വാർഷികം ആഘോഷിച്ചു. ആക്സ് സ്നേഹഭവനിൽ നടന്ന ചടങ്ങ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം ഉദ്ഘാടനം ചെയ്തു. ആക്സ് ജില്ലാ സെക്രട്ടറിയും ബ്രാഞ്ച് പ്രസിഡന്റുമായ AF ജോണി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം ആൻസി വില്യംസ്, ആക്സ് രക്ഷാധികാരി കൊതേടത്ത് അപ്പുനായർ, ഡോക്ടർ മാത്യു ചെറുവത്തൂർ, ബ്രാഞ്ച് സെക്രട്ടറി MM മോഹസിൻ, ട്രഷറർ MK മുഹമ്മദ് ബഷീർ, ജില്ലാ പ്രതിനിധി VA ജെനീഫർ, കൺവീനർ AJ ജോൺ, ഫിസിയോതെറാപ്പിസ്റ്റ് നിഷ ജോഫി എന്നിവർ സംസാരിച്ചു. ജന്മവൈകല്യങ്ങളാൽ പ്രയാസപ്പെടുന്ന കുരുന്നുകൾ, പക്ഷാഘാതം കൊണ്ടും മറ്റും ശരീരഭാഗങ്ങൾ തളർന്നുപോയവർ, വാഹനാപകടങ്ങളിൽപ്പെട്ട് കിടപ്പിലായവർ തുടങ്ങിയവർക്ക് ഏറ്റവും പ്രയോജനകരമായ ചികിത്സാരീതിയായ ഫിസിയോതെറാപ്പി പൂർണ്ണമായും സൗജന്യമായി എല്ലാ പ്രവൃത്തി ദിവസവും ആക്സ് സ്നേഹഭവനിൽ ലഭ്യമാണ്. കൂടാതെ എല്ലാ മാസവും 2ാം ശനിയാഴ്ചകളിൽ സൗജന്യ വയോജന ആയുർവേദ ക്യാമ്പും വീൽചെയർ, എയർബെഡ്, വാട്ടർ ബെഡ്, വാക്കർ മുതലായ മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണവും ആക്സ് സ്നേഹഭവൻ മുഖേന ആക്സ് കേച്ചേരി ബ്രാഞ്ച് നടത്തിവരുന്നുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. അതിജീവനത്തിനായി ജീവിതം ക്യാൻവാസിൽ ഒരുക്കി ബിനുവിന്റെ ചിത്ര പ്രദർശനം. കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച ചിത്ര പ്രദർശനത്തിൽ 1 മണിക്കൂറിനുള്ളിൽ ബിനു വരച്ച ചിത്രങ്ങൾ വിറ്റുപോയത് 1 ലക്ഷം രൂപയ്ക്കാണ്. അതിജീവനത്തിനായി ജീവിതം ക്യാൻവാസിലൊരുക്കി നൽകുകയും പിന്നീട് കാരുണ്യം തുണയായെത്തുകയും ചെയ്തതോടെ കുന്നംകുളം കിഴൂർ സ്വദേശി ബിനുവിൻ്റെ ചിത്രപ്രദർശനം വേറിട്ടൊരു കാഴ്ചയായി. തനിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് ബിനു തിരിച്ചറിഞ്ഞത് ജീവിതത്തെ ഉലച്ച വാഹനാപകടത്തിന് ശേഷമാണ്. കൈപ്പറമ്പിൽ വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ശരീരം പാടിതളർന്ന ജീവിതം വീൽചെയറിലേക്കും വീട്ടിലെ 4 ചുമരിനുള്ളിലേക്കും ഒതുങ്ങിയതോടെ
ബിനു വർണ്ണങ്ങളുടെ ലോകത്തേക്ക് തിരിയുകയായിരുന്നു. ബിനുവിൻ്റെ ചിത്രരചനയോടുള്ള താല്പര്യവും മറ്റും മനസ്സിലാക്കിയ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ പ്രവർത്തകർ ബിനു വരച്ച മനോഹര ചിത്രങ്ങൾ ക്യാൻവാസിലാക്കി ഒരു പ്രദർശനത്തിന് വേദിയൊരുക്കി. ഗാന്ധി ജയന്തി ദിനത്തിൽ ബദനി ഇംഗ്ലീഷ് സ്കൂൾ അങ്കണത്തിലാണ് ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയത്. പകുതി ചലിക്കുന്ന കൈകൾ കൊണ്ട് ബിനു വരച്ച 28 ചിത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയത്. ആദ്യ മണിക്കൂറിൽ തന്നെ ഈ 28 ചിത്രങ്ങൾ വിറ്റഴിച്ചത് 1,02,000 രൂപയ്ക്കാണ്. ഉദ്ഘാടകനായി എത്തിയ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത ആദ്യ ചിത്രം 10,000 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ട് കാരുണ്യ സംഗമത്തിൽ പങ്കാളിയായി. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ അധ്യക്ഷനായിരുന്നു. ഫാദർ സോളമൻ, ഫാദർ ബെഞ്ചമിൻ, കെ എ ആസീസ്, സായൂജ് ചുങ്കത്ത്, അഡ്വക്കേറ്റ് പി വി ചന്ദ്രൻ, അഡ്വക്കേറ്റ് MS ശ്യാംകുമാർ, ഷമീർ ഇഞ്ചക്കാലയിൽ, അജിത് M ചീരൻ, M രാംദാസ്, സതീഷ് കുമാർ പുളിയത്ത്, PM ബെന്നി, M ബിജുബാൽ, അഡ്വക്കേറ്റ് പ്രിനു പി വർക്കി എന്നിവർ സംസാരിച്ചു. ഈ മങ്ങിയ കാഴ്ചകൾ, ഡിസ്റ്റോർട്ടഡ് വ്യൂ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്ത കാഴ്ചകൾ, സമൂഹത്തിലൊരു വളരെ പെട്ടെന്ന് തഴയപ്പെടുന്നവർ, അതിന് അധികം സമയമൊന്നും വേണ്ട. ശ്രീ ബിനു കിഴൂർ, CCTV ന്യൂസ്, കുന്നംകുളം. വടക്കേ പുന്നയൂർ ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ സെമിനാർ നടത്തി. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബുഷറ കുന്നമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. മോഹനൻ ഈച്ചിത്തറ അധ്യക്ഷനായിരുന്നു. വടക്കേക്കാട് SI പ്രദീപ് കുമാർ, ദയാനന്ദൻ മാമ്പുള്ളി, PC പ്രണവ് എന്നിവർ പങ്കെടുത്തു. എക്സൈസ് ഓഫീസർമാരായ സുരേഷ്, രമേശ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കുമ്പളങ്ങാട് വിശുദ്ധ യൂദ തദേവുവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മധ്യസ്ഥനായ വിശുദ്ധ യൂദ സ്ലീഹായുടെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലി, സന്ദേശം, നൊവേന, തിരുശേഷിപ്പിന്റെ ആശീർവാദം, തിരുശേഷിപ്പ് ചുംബിക്കൽ എന്നിവ നടന്നു. വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ ആൻസൺ നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിറ്റോ തലക്കോട്ടൂർ തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ബിജു ആലപ്പാട്ട് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഹരിശ്രീ ഏജൻസീസിന്റെ പുത്തൻ സംരംഭമായ ഫുഡ് മാസോൺ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്നപൂർണ ദൗത്യത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ക്ലാസ്. ഫുഡ് മാസോൺ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷണൽ ക്ലാസുകൾ നടത്തുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ നടന്ന ചടങ്ങിൽ സുപ്രസിദ്ധ മോട്ടിവേഷണൽ സ്പീക്കർ വരലക്ഷ്മി ക്ലാസ് നയിച്ചു. അപ്പൊ നമ്മൾ ഈ ഒരു 10th കഴിയുമ്പോൾ മക്കളോട് ചോദിക്കാം, നിനക്ക് എന്താണ് ആഗ്രഹം, എന്താവാനാണ് ആഗ്രഹം, അതനുസരിച്ച് മക്കളെ കോഴ്സുകൾക്ക് ചേർക്കാം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയ സയൻസോ എന്തെടുപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നീട് അവർക്ക് പക്വത വരുമ്പോൾ അവരതിന് മാറിപ്പോകും. അപ്പൊ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കുട്ടികളായിട്ട് ഫ്രണ്ട്ലിയായി സംസാരിച്ചാലേ അവർ തുറന്നു പറയുള്ളൂ. സാമൂഹിക അവബോധം കുട്ടികളിൽ എന്ന വിഷയത്തിൽ നടന്ന ക്ലാസിന് ഫുഡ് മാസോൺ ജനറൽ മാനേജർ സന്ദീപ് മേനോനും നേതൃത്വം നൽകി. സ്കൂൾ പ്രധാനാധ്യാപിക KS രാധ മുഖ്യാതിഥിയായി. IT വിംഗ് കോർഡിനേറ്റർ സാഗർ MS, സെയിൽസ് എക്സിക്യൂട്ടീവുകളായ സുൾജിക്കർ, പ്രവീൺ തുടങ്ങിയവർ സന്നിഹിതരായി. കുട്ടികളിൽ പൗരബോധവും സാമൂഹിക അവബോധവും സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഫുഡ് മാസോൺ മോട്ടിവേഷൻ ക്ലാസും കൌൺസിലിംഗും നടത്തുന്നത്. നേരത്തെ പുത്തൻപിടിക ഗവൺമെന്റ് LP സ്കൂളിലും ചേലൂരിലെ ശ്രീപാർവതി കെയർ സെന്ററിലും സമാനമായ രീതിയിൽ ക്ലാസുകൾ നടത്തിയിരുന്നു. തുടർന്നും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്താനുള്ള ഒരുക്കത്തിലാണ് ഫുഡ് മാസോൺ ഗ്രൂപ്പ്. 35 വർഷം പ്രായത്തിലുള്ള ഹരിശ്രീ ഏജൻസി തൃശ്ശൂരാണ് സ്ഥാപനം. 35 വർഷം 120 സ്റ്റാഫാണ് ഇപ്പോൾ കറണ്ടിലുണ്ട്. തൃശ്ശൂരിൽ നിന്നും ഇപ്പോൾ 7 വീടുകൾ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ 7 ഏരിയയിലേക്ക് ഓർഡർ ചെയ്താൽ സൂപ്പർ മാർക്കറ്റാണ്. വീട്ടിലേക്ക് ഫ്രീ ഡെലിവറി, മിനിമം 500 രൂപ പർച്ചേസ് ചെയ്താൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഓൾ ബ്രാൻഡഡ് ഐറ്റംസ് കിട്ടുന്നതാണ് നമ്മുടെ ഓൺലൈനിലൂടെ എന്നതാണ് നിങ്ങൾ അറിയിക്കാൻ. ഓൺലൈൻ സൂപ്പർ മാർക്കറ്റ് രംഗത്ത് സജീവ സാന്നിധ്യമായ ഫുഡ് മാസോൺ ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങളും സൂപ്പർ മാർക്കറ്റ് ഐറ്റങ്ങളും പലവ്യഞ്ജനങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിച്ചാണ് ശ്രദ്ധേയരാകുന്നത്. മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ്, കസ്റ്റമർ സർവീസ് എന്നിവ വഴി ഫുഡ് മാസോണിൽ ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ നൽകാവുന്നതാണ്. ജീവകാരുണ്യ രംഗത്തും സജീവമാണ് സ്ഥാപനം. കേരളം പ്രളയത്തിൽ മുങ്ങിയ സമയത്ത് ദുരിതബാധിതർക്കായി നിത്യോപയോഗ സാധനങ്ങളടങ്ങിയ കിറ്റുകൾ വ്യാപകമായി നൽകിയിരുന്നു. നിലവിൽ തീർത്തും നിർധന സാഹചര്യത്തിലുള്ള കുടുംബത്തിന് ആജീവനാന്തം ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ നൽകി വരുന്നുണ്ട്. അന്നപൂർണ എന്ന് പറഞ്ഞൊരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്താണ് അന്നപൂർണ ദൗത്യം ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇന്ന് ഞങ്ങൾക്ക് ഒരു കുടുംബത്തെ ഏറ്റെടുക്കാൻ പറ്റി. ഒരു അമ്മ, കൊടുങ്ങല്ലൂരാണ് സ്ഥലം. ആ അമ്മയുടെ പേര് കാളിയമ്മയാണ്. അമ്മയ്ക്ക് 74 വയസ്സുണ്ട്.
മകളാണെങ്കിൽ ഒട്ടി സമ്പാദിച്ച ഒരു കൊച്ചാണ്. അവർക്ക് വേറെ ആരുമില്ല, ഹസ്ബൻഡ് ആരുമില്ല. അപ്പോൾ അവർ സാധാരണ കായലിൽ പോയിട്ട് മീന പിടിച്ചും ചക്കവാരികളൊക്കെ അത് നമ്മൾ TCV എന്ന് പറഞ്ഞ ചാനലിലൂടെയാണ് ന്യൂസ് കണ്ടത്. അപ്പോൾ അന്ന് ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ് ബോർഡ് മീറ്റിംഗിൽ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ സുനിൽ കുമാർ PV. അപ്പോൾ ആളെടുത്തൊരു തീരുമാനമാണ് ആ വീടിനെ മൊത്തം ഏറ്റെടുക്കുക. നമ്മൾ കണ്ടിട്ടുണ്ടോ? ഞാനും നിങ്ങളും എല്ലാവർക്കും നമ്മൾ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല. എല്ലാ മനുഷ്യന്മാരും ബ്ലഡ് വന്നപ്പോഴും മറ്റുള്ള വീടിൻ്റെ ആൾക്കാരെ സഹായിക്കും. പക്ഷെ അതൊരു വട്ടം നമ്മൾ കൊടുക്കാറോ അല്ലേ? അത് ലൈഫിൽ ഒരു വട്ടാണ് അവർക്ക് നമ്മൾ കൊടുക്കാറില്ല എന്തെങ്കിലും കാര്യത്തിൽ. പക്ഷേ ഈ അമ്മയും മോളും ഞങ്ങളിപ്പോൾ ഒരു 2 മാസം കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ, അരി, പഞ്ചസാര, കടല, പരിപ്പ്, അത് അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാ മാസവും അവരുടെ ഭരണം വരെ അമ്മയ്ക്കും മക്കൾക്ക് കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് അന്നുള്ള ദൗത്യം. ന്യൂസ് ഡെസ്ക് CCTV. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്ന ദേവി ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി കുമാരി പൂജാ ചടങ്ങുകൾ നടന്നു. ആചാര്യൻ ഗുരുവായൂർ മണിസ്വാമിയുടെ നേതൃത്വത്തിലാണ് പാരായണ ചടങ്ങുകൾ നടക്കുന്നത്. ബുധനാഴ്ച ഉച്ചയോടെ നടന്ന കുമാരി പൂജയിൽ ദേശത്തെ വിവിധ പെൺകുട്ടികൾ പങ്കെടുത്തു. വെളുത്തപക്ഷ ചതുർത്ഥി ദിനമായ ബുധനാഴ്ച കക്കാട് ക്ഷേത്രത്തിൽ മംഗല്യപൂജയും ഉണ്ടായിരുന്നു. ധാരാളം ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരുന്നു. കക്കാട് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനി ഷൈനിപ്പുള്ളി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചാവക്കാട് നഗരസഭ PMAY ലൈഫ് മിഷൻ അംഗീകാർ ക്യാമ്പയിൻ നടൻ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ NK അക്ബർ അധ്യക്ഷത വഹിച്ചു. PMAY ലൈഫ് മിഷൻ പദ്ധതിയുടെ 3ാം ഘട്ട പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച റിൻസിയ സക്കീറിന് ഹരിത ഭവനം അവാർഡ് വിതരണം ചെയ്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ മഞ്ജുഷ സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MB രാജലക്ഷ്മി, KH സലാം, AA മഹേന്ദ്രൻ, AC ആനന്ദൻ, സഫൂർ റബക്കർ, കൗൺസിലർമാരായ KK കാർത്തിയേനി, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ എന്നിവർ സംസാരിച്ചു. വൃക്ഷത്തൈ വിതരണവും നടന്നു. എല്ലാവരും വളരെ ഊർജ്ജസ്വലമായിട്ട് ഈ ഒരു പദ്ധതിയുടെ പുറകിലുണ്ട് എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ പ്രത്യേകം ഒരു ശ്രദ്ധേയമായതും അല്ലെങ്കിൽ ശ്രദ്ധേയമാകേണ്ടതും എന്നാൽ വേണ്ടത്ര പരാമർശിക്കപ്പെടാത്തതുമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ഉദ്ദേശിക്കുന്നത്. DYFI വേലൂർ മേഖലാ സമ്മേളനം അഭിമന്യു നഗറിൽ നടന്നു. DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെന്തിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അബിൻ ബേബി പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ ഷോബി സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി സുബീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സജീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം നിത, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ രാഹുൽ, നന്ദീഷ് എന്നിവർ പങ്കെടുത്തു. ഡിജോൺസ് P വർഗീസ് രക്തസാക്ഷി പ്രമേയവും വെണ്ണില വേണു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വിനിൽ, സകേഷ് മോഹൻ, അഞ്ജലി, വിപിൻ എന്നിവർ സംസാരിച്ചു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് KS ശങ്കരൻ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഭാഗമായി RSS നിരോധിക്കുന്നു. RSS നിരോധിച്ച് പ്രത്യയശാസ്ത്രം രചിക്കുകയാണ്. പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി 2ാം സത്സംഗജാല ഗുരുതി ഗോൾവർക്കറാണ് ലോകം കൊണ്ട ഏറ്റവും വലിയ മതഭ്രാന്തനായ മനുഷ്യൻ. RSS നേതാവാണ് വിചാരധാര ബെഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന RSSന്റെ പ്രത്യയശാസ്ത്ര ഗ്രന്ഥം ചെയ്തു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം രാജ്യം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നാടെങ്ങും വിപുലമായ ദിനാചരണ പരിപാടികളാണ് നടന്നത്. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം നഗരസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഗാന്ധി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ സംരക്ഷിച്ചും ശുചിത്വമാർന്ന പരിസരം സംരക്ഷിച്ചും എല്ലാവരും ഗാന്ധിജിയുടെ വലിയ ആദർശങ്ങൾ സംരക്ഷിക്കണമെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. ആ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള വിപുലമായ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ജനങ്ങളോട് നമ്മൾ ബോധവൽക്കരണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കച്ചവടക്കാരും മറ്റുള്ളവരും പ്ലാസ്റ്റിക്കിന് പകരമുള്ള ബദൽ സാധനങ്ങൾ പ്രയോജനപ്പെടുത്താനാകണം. ക്യാരി ബാഗുകളൊക്കെ പരമാവധി ഒഴിവാക്കി നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PM സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഗീത ശശി, KK മുരളി, സുമ ഗംഗാധരൻ, KK ആനന്ദൻ, മിഷ സെബാസ്റ്റ്യൻ, സെക്രട്ടറി KK മനോജ്, ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണൻ എന്നിവരും കൌൺസിലർമാർ, രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും, അധ്യാപകർ, വിദ്യാർത്ഥികൾ, നഗരസഭാ ജീവനക്കാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങളും പങ്കാളികളായി. കുന്നംകുളം ടൗൺ മുതൽ തൃശൂർ, വടക്കാഞ്ചേരി, പട്ടാമ്പി, ഗുരുവായൂർ, യേശുദാസ്, ഹെർബർട്ട് എന്നീ റോഡുകൾക്കിരുവശമുള്ള പ്ലാസ്റ്റിക്കുകളാണ്
മാറ്റിയത്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, ഗവൺമെന്റ് ബോയ്സ്, ഗവൺമെന്റ് ഗേൾസ് എന്നിവിടങ്ങളിലെ NSS വോളണ്ടിയർമാരും NCC വിദ്യാർത്ഥികളും ഹരിതകർമ്മ സേനാംഗങ്ങളും സ്വച്ഛ് ഹി സേവാ ക്യാമ്പയിനിൽ പങ്കാളികളായി. വിവിധ റോഡുകളിൽ നിന്നുമായി 50 ചാക്കോളം അജൈവ മാലിന്യങ്ങളാണ് ശേഖരിച്ചത്. വരും ദിവസങ്ങളിൽ സ്കൂൾ തലത്തിലും സ്ഥാപന തലത്തിലും ശുചിത്വ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കും. കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റി ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു. നഗരകേന്ദ്രത്തിൽ പ്രത്യേകം ഒരുക്കിയ മണ്ഡപത്തിൽ ഗാന്ധിജിയുടെ ചിത്രത്തിന് മുന്നിൽ തിരി തെളിയിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ധനിക നേരത്ത്, DCC സെക്രട്ടറിമാരായ KC ബാബു, CA ഇ.ടി. മാത്യു, കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് ബിജു C. ബേബി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയശങ്കർ, നഗരസഭാ കൌൺസിലർമാരായ ബീന ലിബിനി, മിനി മോൻസി തുടങ്ങിയവർ സംബന്ധിച്ചു. ആർത്താറ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറുക്കൻപാറ സെന്ററിൽ നടത്തിയ ദിനാഘോഷം DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. അബിത വട്ടംപാടം, KP ഷാജി, ഹാരിഫ് വട്ടംപാടം, CK ഷാജി, ശൈലജ വിശ്വനാഥൻ, ബൈജു ചാട്ടുകുളം, OP ബെന്നി, MA രാജേന്ദ്രൻ, PS സുരേഷ്, രാജൻ ചിറ്റഞ്ഞൂർ തുടങ്ങിയവർ സംസാരിച്ചു. കിഴൂർ ജനതാ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയോടെ ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു. അഡ്വക്കേറ്റ് ശ്യാമിന്റെയും സോയയുടെയും മെഹദ്ബാരി എന്ന് പേരിട്ടിരിക്കുന്ന മകന് മുൻ ആസൂത്രണ ബോർഡ് അംഗം കൂടിയായ CP ജോൺ മഹാത്മാഗാന്ധി എന്നെഴുതി വിദ്യാരംഭം കുറിച്ചു. ലൈബ്രറി ഭാരവാഹികൾ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചൊവ്വന്നൂർ ബ്ലോക്ക് ഗാന്ധി ജയന്തി ദിനാഘോഷവും കുടുംബസംഗമവും നടത്തി. കുന്നംകുളം CSI ഹെറിറ്റേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് KSESL തൃശൂർ ജില്ലാ പ്രസിഡന്റ് KR ഗോപിനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. KSESL ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് ട്രഷറർ ഫിലിപ്പോസ് MO വാർഷിക കണക്കും സെക്രട്ടറി സോമസുന്ദരൻ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് ചടങ്ങിൽ മുതിർന്ന സംഘടനാ അംഗങ്ങളെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗാന്ധി ദർശൻ കുന്നംകുളം ഉപജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. കുന്നംകുളം സർക്കാർ ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. PK രാജൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ നിഷ ജയേഷ്, ബദിനി ഇംഗ്ലീഷ് സ്കൂൾ മാനേജർ ഫാദർ സോളമൻ, ഗാന്ധി ദർശൻ കോർഡിനേറ്റർ ലാർസൻ സെബാസ്റ്റ്യൻ, ലിസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. എഴുത്തുകാരൻ C. അഷ്റഫ് അഹിംസാ സന്ദേശം നൽകി. കഴിഞ്ഞ വർഷത്തെ പ്രസംഗ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികളുടെ പ്രസംഗ പരിപാടിയും ഇതോടൊപ്പമുണ്ടായിരുന്നു. ഈ വർഷം വിരമിക്കുന്ന ഗാന്ധി ദർശൻ പ്രവർത്തകരായ അധ്യാപകർക്ക് ചടങ്ങിൽ സ്നേഹാദരവും നൽകി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചൊവ്വന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ 150-ാം ഗാന്ധി ജയന്തി ദിനാഘോഷവും കുടുംബസംഗമവും നടത്തി. KSESL തൃശൂർ ജില്ലാ പ്രസിഡന്റ് KR ഗോപിനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. KSESL ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് മോഹൻദാസ് P അധ്യക്ഷത വഹിച്ചു. KSESL തൃശൂർ ജില്ലാ സെക്രട്ടറി T മോഹൻദാസ്, KSESL മഹിളാ വിംഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന പ്രസിഡന്റുമായ കാർത്തേനി P മേനോൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. KSESL ചൊവ്വന്നൂർ ബ്ലോക്ക് സെക്രട്ടറി K സോമസുന്ദരൻ വാർഷിക റിപ്പോർട്ടും ചൊവ്വന്നൂർ ബ്ലോക്ക് ട്രഷറർ ഫിലിപ്പോസ് MO വാർഷിക കണക്കും അവതരിപ്പിച്ചു. കുഞ്ഞവറു MK, കുഞ്ഞുപാലു KO, CM ജോർജ്, CK ബാബു, KM ജേക്കബ്, രാധാകൃഷ്ണൻ P, സരോജിനി ടീച്ചർ, ലത ഉണ്ണികൃഷ്ണൻ, ഷീബ ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. 70 വയസ്സിൽ കൂടുതലുള്ള കുടുംബാംഗങ്ങളെ ആദരിക്കലും നടന്നു. മഹാത്മാഗാന്ധിയുടെ 150ാമത് ജന്മദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭാ ലൈബ്രറി അങ്കണത്തിലെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ, ഹരിത കേരള മിഷന്റെ ഭാഗമായി EMS സ്ക്വയറിൽ നടന്ന ഹരിത നിയമ നടപടി പ്രഖ്യാപനം, ലൈഫ് PMAY അംഗീകാർ ക്യാമ്പയിൻ, 4th DPR ഏറ്റവും വേഗത്തിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ച ഗുണഭോക്താവായ പുതുവീട്ടിൽ ഷെജീനയുടെ ഭവനത്തിന്റെ താക്കോൽ വിതരണം എന്നീ പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി നിർവഹിച്ചു. വൈസ് ചെയർമാൻ KP വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൃക്ഷത്തൈകൾ, തുണിസഞ്ചി എന്നിവ വിതരണം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല കേരളൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS ഷെനിൽ, കൌൺസിലർ AT ഹംസ, PMAY സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫീസർ ദീപ്തി കൃഷ്ണൻ, സൂപ്രണ്ട് പോൾ TG, PMAY ഉദ്യോഗസ്ഥരായ TG അനു, ചിത്രമോൾ TK, ഗുരുവായൂരിലെ വ്യാപാരി വ്യവസായി പ്രതിനിധികളായ TN മുരളി, GK പ്രകാശൻ, ജോഫി കുര്യൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M രതി സ്വാഗതവും നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ S മൂസക്കുട്ടി നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ 28ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനാചരണം നടത്തി. വാർഡ് പ്രസിഡന്റ് കണ്ണൻ അയ്യപ്പത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ജയന്തി ദിനത്തിൽ ശ്രമദാനം ചെയ്ത് അൻസാർ ആശുപത്രിയിലെ ജീവനക്കാരുടെ കൂട്ടായ്മയായ വൈറ്റ് ഹാർട്സ്. കോഴിക്കോട് തൃശൂർ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രീതിയിൽ വളർന്നു പന്തലിച്ച പൊന്തക്കാടുകൾ വെട്ടിവൃത്തിയാക്കിയാണ് ശ്രമദാനത്തിന് തുടക്കം കുറിച്ചത്. അൻസാർ ആശുപത്രി പബ്ലിക് റിലേഷൻ ഓഫീസർ സൂസൻ ശ്രമദാനം ഉദ്ഘാടനം ചെയ്തു.
വൈറ്റ് ഹാർട്സ് ഭാരവാഹികളായ അജിത്, റംഷീദ്, അൻസാർ ആശുപത്രി മാനേജർ സിറാജ്, PRO നജീബ് എന്നിവർ നേതൃത്വം നൽകി. വേണ്ടവർക്ക് ആഹാരം കൊടുക്കുക, വഴിയോരത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വഴിയോരത്ത് അവർക്ക് ഫുഡ്, അവർക്ക് വസ്ത്രങ്ങൾ എത്തിക്കുക, തണുപ്പ് കാലങ്ങൾക്ക് അവർക്ക് കമ്പിളികൾ, പുതപ്പുകൾ, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളിൽ അവരിന്ന് ഉത്സാഹരാണ്. അവരെന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഒരു മടിയില്ലാതെ. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കടവല്ലൂർ ഖാദി പ്രൊഡക്ഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ഗാന്ധി സ്മൃതി ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് UP ശോഭന അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PK ദേവദാസ്, പഞ്ചായത്ത് മെമ്പർമാരായ പ്രഭാത മുല്ലപ്പള്ളി, മേരി ജിജു, ഷീല, ശശികുമാർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ദീർഘകാലം ഖാദി ഉപയോഗിച്ച കാസ്മി ഒറ്റപ്പിലാവ്, സരോജിനിയമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഇവിടെ ഉദ്ഘാടകനായിട്ടുള്ള ജയശങ്കർ പറഞ്ഞു, ഇന്ന് ഗോഡ്സെയെ കൊല്ലുന്നത് വീണ്ടും വീണ്ടും ചിത്രീകരിക്കുന്ന ഒരു കാലത്ത്, ഗോഡ്സെയെ പൂജിക്കുന്ന, ആരാധിക്കുന്ന, ചുമരിൽ ഗോഡ്സെയുടെ ചിത്രങ്ങൾ തൂക്കുന്ന ഒരു കാലത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഗാന്ധിജി എന്ന പേര് ഒരുപാട് വട്ടം നമ്മൾ പറയണം. ഇതാണ് സമഗ്രത എന്ന് തോന്നി. വള്ളത്തോളിൻ്റെ വരികളാണിത്. ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മ. വാഗ അയ്യപ്പൻ മാസ്റ്റർ സ്മാരക വായനശാലയിൽ ഗാന്ധി സ്മൃതിയും പുഷ്പാർച്ചനയും നടത്തി. വായനശാല പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി CJ വിൽസൺ, KP രാജു, P. ശിവശങ്കരൻ, KV സുരേഷ്, T. ബാലചന്ദ്രൻ, ജാൻസി കണ്ണനായ്ക്കൽ, സുമ സുനിൽ എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കൂനമുച്ചി അങ്ങാടി പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കൂനമുച്ചി പൌരസമിതി, കണ്ടാണശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം, ശ്രീകൃഷ്ണ കോളേജ്, NCC യൂണിറ്റ്, ഓട്ടോ ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. മുരളി പെരുന്നെല്ലി MLA ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടാണശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് ചന്ദ്രൻ പദ്ധതി വിശദീകരണം നടത്തി. പൌരസമിതി പ്രവർത്തകനും TCV ചെയർമാനുമായ TV ജോൺസൺ സന്ദേശം നൽകി. കൂനമുച്ചി ദേവാലയ പരിസരം മുതൽ അരിയന്നൂർ സെന്റർ വരെയുള്ള പ്രദേശത്താണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഫാറൂഖ്, പ്രേംരാജ്, പൌരസമിതി പ്രസിഡന്റ് PC മാർട്ടിൻ, പ്രവർത്തകരായ KV ജോയ്, ഹംസ പയ്യൂർ, ജെൻസൺ സൈമൺ, അശോകൻ, സലീം എന്നിവർ നേതൃത്വം നൽകി. അപ്പോൾ ഇന്നു മുതൽ കുറച്ച് ദിവസം നമ്മുടെ ഈ പരിസരമൊക്കെ വൃത്തിയാക്കുക. ഗാന്ധിജീനെ ഇപ്പോൾ നമ്മൾ വിസ്മരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നമ്മൾ സ്മരിച്ചും നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് നടത്തുന്ന ഈ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ പുതുശ്ശേരി ഗാന്ധി ശതാബ്ദി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. പുതുശ്ശേരി സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ നടന്ന ക്യൂസ് മത്സരത്തിന്റെ ഉദ്ഘാടനം സർവോദയ ട്രസ്റ്റ് ജില്ലാ ചെയർമാൻ M. പീതാംബരൻ മാസ്റ്റർ നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് CP ജോസ് അധ്യക്ഷനായി. ചൊവ്വന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ശാന്ത, പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിലെ വികാരി ഫാദർ വിൻസെന്റ് കണിമംഗലത്തുകാരൻ, വായനശാല സെക്രട്ടറി PM രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. LP, UP, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി മഹാത്മാഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ക്യൂസ് മത്സരം സംഘടിപ്പിച്ചത്. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഹൈവേ ശുചീകരിച്ചു. തൃശൂർ കുന്നംകുളം ഹൈവേയിലെ ചൂണ്ടൽ പാലത്തിന് സമീപം റോഡിലേക്ക് ചാഞ്ഞ് യാത്രക്കാർക്ക് ഭീഷണിയായി നിന്നിരുന്ന കാട് വെട്ടിത്തെളിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. DCC ജനറൽ സെക്രട്ടറി V. വേണുഗോപാൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് മുബാറക് കേച്ചേരി അധ്യക്ഷനായി. പാർലമെന്റ് സെക്രട്ടറി പ്രസാദ് വാഗ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ A. അബ്ബാസ്, VK സുനിൽകുമാർ, വാർഡ് മെമ്പർ സ്നുഗിൽ സുബ്രഹ്മണ്യൻ, മഹിളാ കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് റോബി ഫ്രാൻസിസ്, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ഭാരവാഹികളായ ലിജോ പനക്കൽ, അഖിൽ റാഫേൽ, മഹേഷ് പട്ടിക്കര, അഡ്വക്കേറ്റ് ജിഷ, നജീബ് നാലകത്ത, സാഗർ സലീം, റഫീഖ് കേച്ചേരി തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിന്റെ ഭാഗമായി കൂനമുച്ചി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജെൻസൺ സൈമൺ അധ്യക്ഷനായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ചരിത്ര വിഭാഗം മേധാവി MU അജിത ഗാന്ധിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. വായനശാല ഭാരവാഹികളായ സാൻഡോ വർഗീസ്, റോഫി റാഫേൽ, KL ലിസി, ഡിക്സൺ ടോമി, KS ഷാഹിദ് എന്നിവർ സംസാരിച്ചു. പ്രശ്നോത്തരിയിൽ അനന്യ സ്റ്റേജു, പ്രസംഗ മത്സരത്തിൽ അൽഹ റസ്ന, അജയ് ഷിമോൻ, വായനാ മത്സരത്തിൽ അൽഹ റസ്ന എന്നിവർ വിജയികളായി. ഗാന്ധി ജയന്തി ദിനത്തിൽ ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു.
ചൂണ്ടൽ സെന്ററിലും ബസ് സ്റ്റോപ്പ്, ടാക്സി സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലുമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ക്ലബ് പ്രസിഡന്റ് കെ വി മനോജ് കുമാർ, സെക്രട്ടറി കെ ആർ ജയേന്ദ്രൻ, ട്രഷറർ പി എം ബാലകൃഷ്ണൻ, മറ്റ് ഭാരവാഹികളായ വി എസ് സജി, ഇ കെ രാമകൃഷ്ണൻ, ടി വി ജോൺസൺ, കെ സി ജോസ്, പി എസ് പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. ചിറ്റാട്ടുകരയിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. വർഗീസ് മാനത്തിൽ, എ ഡി സാജു, കെ ഒ ബാബു, പി ആർ പ്രേമൻ, ജിൻഡോ തേറാട്ടിൽ, കെ എ രവി, സജീവൻ കുന്നത്തുള്ളി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്ത് ശുചീകരണ പ്രവർത്തനം നടത്തി. ടി എസ് മണികണ്ഠൻ, സുന്ദരൻ കരിമത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 24 കേരള ബറ്റാലിയനിലെ NCC കേഡറ്റുകൾ വടക്കേക്കാട് CHC പരിസരം വൃത്തിയാക്കി. CHC സൂപ്രണ്ട് ഡോക്ടർ പിഷാരടി, ഹെൽത്ത് സൂപ്പർവൈസർ രാജു, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗംഗാധരൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹരീഷ്, ഷെരീഫ് ഷേർലി, സുബേദാർ സദാരിലാൽ, HM റോബി ടി ആന്റണി എന്നിവർ പങ്കെടുത്തു. അധ്യാപകരായ വിവേകാനന്ദൻ, സുഗിൻ എന്നിവർ നേതൃത്വം നൽകി. പൊന്നയൂർ പഞ്ചായത്തിലെ 44-ാം നമ്പർ അംഗനവാടിയിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. കുട്ടികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ച റാലിയും പരിസര ശുചീകരണവും നടത്തി. മധുരവും വിതരണം ചെയ്തു. അംഗൻവാടി വർക്കർമാരായ സീത, ശൈലജ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വടക്കേക്കാട് പഞ്ചായത്ത് 11-ാം വാർഡ് വയലത്തൂരിൽ SDPI നേതൃത്വത്തിൽ റോഡുകളും കാനകളും ശുചീകരിച്ചു. സുധീർ, റഷീദ്, അനീഷ് എന്നിവർ നേതൃത്വം നൽകി. എടക്കര മിനി സെന്ററിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം നടന്നു. 40-ാം നമ്പർ അംഗൻവാടിയിൽ നടന്ന ആഘോഷത്തിൽ കുട്ടികളുടെ റാലി, വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി. രക്ഷിതാക്കളുടെയും അംഗൻവാടി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ അംഗൻവാടി പരിസരം ശുചീകരിച്ചു. ശുചീകരണത്തിന് സീന, തങ്കമണി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ശുചീകരണ യജ്ഞം ഓർത്തോ വിഭാഗം മേധാവി ഡോക്ടർ മിജേഷ് ഉദ്ഘാടനം ചെയ്തു. തലക്കൂട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ് കുമാർ CV ഗാന്ധി ജയന്തി സന്ദേശം നൽകി. ഹെഡ് നഴ്സുമാരായ അന്നു KA, റോസ്ലി, KP, ഗീത, വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് NSS കോർഡിനേറ്റർ അമൃത P എന്നിവർ ശുചീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുഴുവൻ വാർഡുകളിലും ആശുപത്രി വളപ്പിലും വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞം നടത്തി. വെള്ളറക്കാട് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS വോളണ്ടിയർമാർ അംഗൻവാടിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. വേലൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ 84-ാം നമ്പർ അംഗൻവാടിയാണ് പെയിന്റ് ചെയ്തും ചിത്രരചന നടത്തിയും നവീകരിച്ചത്. വാർഡ് മെമ്പർ PK ശ്യാംകുമാർ, അംഗൻവാടി ടീച്ചർ രാജി, NSS പ്രോഗ്രാം ഓഫീസർ വിപിൻ കൃഷ്ണ എന്നിവർ സന്നിഹിതരായി. NSS സെക്രട്ടറിമാരായ റിൻഷ, അർജുൻ എന്നിവരുടെ നേതൃത്വത്തിൽ 50 വിദ്യാർത്ഥികൾ നവീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ ചാവക്കാട് നഗരസഭയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ചെയർമാൻ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ജനപ്രതിനിധികൾ, ജീവനക്കാർ, ശുചീകരണ വിഭാഗം തൊഴിലാളികൾ, പൊതുജനങ്ങൾ എന്നിവർ സംയുക്തമായാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും പ്ലാസ്റ്റിക് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുമായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞ നഗരസഭാ ചെയർമാൻ ചൊല്ലിക്കൊടുത്തു. ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സദസ്സും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി P. യതീന്ദ്രദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷനായി. K. നവാസ്, PV ബദറുദ്ദീൻ, KH ഷാഹുൽ ഹമീദ്, ലൈല മജീദ്, ഷോബി ഫ്രാൻസിസ്, C. ബക്കർ, MB സുധീർ, TP ബദറുദ്ദീൻ, MS ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യക്ക് നേടിത്തന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടുകൂടി മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി മാറിയത് തന്നെയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ ചാവക്കാട്ടുകാർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കച്ചേരിത്തറ കിണർ പരിസരത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകൻ അലി ഫരീദ് നിർവഹിച്ചു. തുടർന്ന് ആധുനിക ഇന്ത്യയിൽ ഗാന്ധി സത്തിന്റെ പ്രശസ്തി എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ KC ശിവദാസ് പ്രഭാഷണം നടത്തി. KS ബാബുരാജ് അധ്യക്ഷനായി. റസാഖ് അറയ്ക്കൽ, നൌഷാദ് തെക്കുംപുറം, KM ഷുക്കൂർ, CM ജനീഷ്, ഷബീർ, MK നൌഷാദ് അലി എന്നിവർ സംസാരിച്ചു. ശുചീകരണത്തിന് ദൃശ്യം ഐകെയർ സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ചാവക്കാട് വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണവും ഗാന്ധി സ്മൃതി പ്രതിജ്ഞയും നടത്തി. ഗാന്ധിയെ ഓർക്കാം, വർഗീയതയെ ചെറുക്കാം എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KB ഫസലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് TM ഷെഫീഖ് അധ്യക്ഷനായി. മേഖലാ വൈസ് പ്രസിഡന്റ് MS ജിതേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മേഖലാ സെക്രട്ടറി MG കിരൺ, PM ബിനാഫ്, KN മിഥുൻ, ലാലു, വൈശാഖ്, ബബീഷ് എന്നിവർ നേതൃത്വം നൽകി.
മഹാത്മാ കലാകായിക സാംസ്കാരിക വേദിയുടെ കീഴിൽ ക്ലീൻ ഓഷ്യൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കടപ്പുറം ഗവൺമെന്റ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സഹകരണത്തോടെയാണ് ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി കടലോരം വൃത്തിയാക്കിയത്. സാമൂഹ്യപ്രവർത്തകനും അധ്യാപകനുമായ NK ജെയിംസ് നേതൃത്വം നൽകി. തൊട്ടാപ്പ് ലൈറ്റ് ഹൌസ് മുതൽ ചാവക്കാട് ബീച്ച് വരെയുള്ള 3 കിലോമീറ്റർ പരിധിയിൽ നിന്നും ഏകദേശം 30ഓളം ചാക്ക് നിറയെ മാലിന്യം ലഭിച്ചു. ചാവക്കാട് കോസ്റ്റൽ പോലീസ് CI എ റബീത്ത് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C മുസ്താഖ് അലി, NSS കോർഡിനേറ്റിംഗ് ടീച്ചർ ജ്യോതി, TB ഹരിദാസൻ, ആച്ചി ബാബു, CP മണി, ഹനീഫ TK, ഫഹദ് RV, വിനീഷ്, സുൽത്താന തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗാന്ധി ഭവനിൽ ഗാന്ധി തൊഴിലാളികളും കോൺഗ്രസ് പ്രവർത്തകരും മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC സെക്രട്ടറി TK ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് V കേശവൻ അധ്യക്ഷനായി. മുതിർന്ന ഗാന്ധിയൻ TK ദേവസിയെ ചടങ്ങിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് MK ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് മീന സലമോൻ, വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി, ഗാന്ധി മാനേജർ രഘു കരിയന്നൂർ, ബ്ലോക്ക് മെമ്പർ സഫീന അസീസ്, INTUC മണ്ഡലം പ്രസിഡന്റ് NK കബീർ, MM സലീം, PS സുനീഷ്, MA ഉസ്മാൻ, MO ചാക്കോച്ചൻ, MV റാഫേൽ, അനിത വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ആരോഗ്യ വിഭാഗം, എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ, NSS, തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി, കുടുംബശ്രീ, ആശാ വർക്കേഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK കബീർ, NSS അധ്യാപകരായ ഷിജോ, ബഡ്സി, ലീഗൽ വോളണ്ടിയർ സിന്ധു കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഉദ്യമത്തിന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ അടച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി പ്രധാന പാതയിൽ നെല്ലുവായ് മുതൽ കരിയന്നൂർ വരെയുള്ള ദൂരമാണ് കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് അടച്ചത്. രക്ഷാധികാരി സുധീഷ് പറമ്പിൽ, പ്രസിഡന്റ് CV ബേബി, സെക്രട്ടറി KA ഫരീദ് അലി, ട്രഷറർ MV ബാബു മാസ്റ്റർ, രാജൻ പീറ്റർ, ഉണ്ണി നെല്ലുവായ്, KN നിഭേഷ്, അഡ്വക്കേറ്റ് മഹേശ്വരൻ, AU റസാഖ്, ഇബ്രാഹിം പഴവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഗാന്ധി സ്മൃതി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MS മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ VC ലത്തീഫ്, KA മുരളീധരൻ, NM റഫീഖ്, VR സജിത്ത്, MM അലി, സ്മിത ഷാജി, പ്രവാസി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VK മുഹമ്മദ്, MA അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് പൊതുവഴി വൃത്തിയാക്കി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയയിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ സീനിയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്. സ്കൂളിൽ മഹാത്മാഗാന്ധിയുടെ 150ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗാന്ധി ക്വിസ്, അനുസ്മരണ പ്രസംഗം, കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികൾക്ക് വീഡിയോ പ്രദർശനം എന്നിവയുമുണ്ടായി. ഗാന്ധി ജയന്തി ദിനത്തിൽ വേലൂർ പള്ളിക്കുളം വഴിയിൽ സെന്റ് ആന്റണീസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശ്രമദാനം നടത്തി. യൂണിറ്റ് അംഗങ്ങൾ റോഡിന്റെ ഇരുവശവും വെട്ടിത്തെളിച്ചു. യൂണിറ്റ് പ്രസിഡന്റും ഭാരവാഹികളും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഗാന്ധി സ്മൃതി ഗാന്ധിവാരം എന്ന പദ്ധതിയോടനുബന്ധിച്ച് ബാലസൗഹൃദ ബാലവേദി മരത്തങ്കോടുമായി സഹകരിച്ചു നടത്തിയ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം കുന്നംകുളം SI VS സന്തോഷ് നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ മെമ്പറും ഡോക്ടറുമായ ജോൺസൺ ആളൂർ മുഖ്യാതിഥിയായിരുന്നു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ റാഫി താഴത്തേതിൽ പദ്ധതി വിശദീകരണം നടത്തി. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ശേഖരിച്ച പ്ലാസ്റ്റിക് പേനകൾ പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി ഷാജി തോമസ് സ്വീകരിച്ചു. ഗാന്ധി ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരത്തിന് പ്രകൃതി സംരക്ഷണ സംഘം പ്രതിനിധിയും അധ്യാപകനുമായ തോംസൺ PC നേതൃത്വം നൽകി. തായ്ക്കൊണ്ടോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡൽ നേടിയ മിത്രയെ വേദിയിൽ വെച്ച് ആദരിച്ചു. കുടുംബശ്രീ പ്രസിഡന്റ് റജുല അബ്ദുൾ വഹാബ് പരിപാടിക്ക് സ്വാഗതവും റംല ടീച്ചർ നന്ദിയും പറഞ്ഞു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുന്നംകുളം താലൂക്ക് ആശുപത്രി പരിസരം ശുചീകരണം നടത്തി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ നിർവഹിച്ചു. മഹാത്മാവിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങൾ അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഗാന്ധിജി ഇപ്പോഴും ജനമനസ്സിൽ ചെലുത്തുന്ന സ്വാധീനം വ്യക്തമാക്കുകയും വംശീയതയുടെയും സ്വാർത്ഥതകളുടെയും അട്ടഹാസങ്ങൾ ഉയരുന്ന ഈ സമയത്ത് ഗാന്ധി സ്മരണകൾ വ്യർത്ഥമാകാതിരിക്കാനുള്ള കരുതലുമാണ് വേണ്ടതെന്ന് സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ പറഞ്ഞു. സ്കൂൾ പ്രിൻസിപ്പാൾ VK രമാഭായി ഗാന്ധി ജയന്തി സന്ദേശം നൽകി. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബെഞ്ചമിൻ, സ്കൂൾ ലീഡർ ദേവിക, അധ്യാപികമാരായ DT സിജ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഗുരുവായൂർ പടിഞ്ഞാറേനട കസ്തൂർബ നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബസംഗമം നടന്നു. മുൻ നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PS ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പ്രമുഖ ഗാന്ധിയൻ VK കൃഷ്ണൻ, അഷ്ടപതി കലാകാരൻ ജ്യോതിദാസ് കൂടത്തിങ്കൽ, ചുമർചിത്ര കലാവിദ്യാലയം പ്രിൻസിപ്പൽ KU കൃഷ്ണകുമാർ, സിനിമാ താരം ജസ്നിയ ജയദേശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അനഘയ്ക്ക് ഉപരിപഠനത്തിന് സഹായം നൽകി. സുലൈമാൻ അസ്ഹരി, വാർഡ് കൗൺസിലർ സുരേഷ് വാര്യർ, SK സന്തോഷ്, ഗായത്രി ഹരിദാസ്, സന്തോഷ് ശ്രാമ്പിക്കൽ, ജയരാജ്, റംല ബീവി, ബാലചന്ദ്രമേനോൻ, ജഗദീഷ്, പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
എന്തേ ഗുരുവായൂരിൽ അത്രയും വലിയൊരു കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്ന് വല്ലാത്ത ദുഃഖത്തോടു കൂടിയാണ് ഞാൻ. നമ്മളൊരു ശരിക്കും സാധാരണഗതിയിൽ ഗാന്ധി ജയന്തി വാരം ആഘോഷിക്കുന്ന പോലെ എല്ലാ ഗാന്ധി ജയന്തിയിലും നമ്മൾ എന്ത് ചെയ്യും, അതൊരു ശുചീകരണം നടത്തും. അതായത് കൊല്ലത്തിലൊരിക്കലാണ് നമ്മളോട് ശുചീകരണം പറഞ്ഞേക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണോ ഗാന്ധിജി വിഭാവനം ചെയ്തിരുന്ന കാര്യങ്ങൾ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിലെ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ നടന്ന മത്സരങ്ങൾ സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ടി.ഡി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ പള്ളി വികാരി ഫാദർ അനീഷ് നെല്ലിക്കൽ അധ്യക്ഷനായി. ജനറൽ കൺവീനർ പോൾ മണ്ടുമ്പാൽ, കൺവീനർ സിസ്റ്റർ ധന്യ, കൈക്കാരൻ വർഗീസ് മണ്ടുമ്പാൽ, C.K. ജോൺ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. P.V. ജോജി, തൊമ്മി ഊക്കൻ, മാഗി ജോസഫ്, ജോഫി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. വയോജന ദിനാചരണത്തോടനുബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി GVHS സ്കൂളിൽ വയോജന ദിനാചരണം നടന്നു. സ്കൂളിലെ JRC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന വയോജന ദിനാചരണത്തിൽ ചാലിശ്ശേരി പടിഞ്ഞാറേമുക്ക് കുന്നത്ത് വീട്ടിൽ 105 വയസ്സുള്ള വള്ളിക്കുട്ടിയെ പൊന്നാടയണിയിച്ച് സ്കൂൾ പ്രധാനാധ്യാപിക ആദരിച്ചു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ മറ്റ് അധ്യാപകരും PTA ഭാരവാഹികളും പങ്കെടുത്തു. 105-ാം വയസ്സിൽ തന്റെ ഓർമ്മകൾ കൈവിടാതെ വള്ളിക്കുട്ടിയമ്മൂമ്മ കുട്ടികളോട് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. കാട്ടകാമ്പൽ പഞ്ചായത്ത് വനിതാവേദിയുടെ നേതൃത്വത്തിൽ നടന്ന വയോജന ദിനാചരണം ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരത്തിങ്കൽ വായനശാലയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വനിതാവേദി പ്രസിഡന്റ് വിജയഗോപി അധ്യക്ഷയായി. ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ വയോജനങ്ങളെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് സുമ മുരളീധരൻ, അംഗൻവാടി വർക്കർ പ്രമീള സുകുമാരൻ, വനിതാവേദി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. NSS വോളണ്ടിയർമാർ സമാഹരിച്ച ചികിത്സാ ധനസഹായം ബീവാത്തുമ്മയ്ക്ക് നൽകി. അംഗനവാടികളിൽ പോകുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകേണ്ട എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഒരവസ്ഥ. നമ്മുടെ പഴയ കാലത്തിലേക്കൊന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ മക്കളൊക്കെ ഇന്ന് വളർന്നു വലുതായിരിക്കുന്നു. ആ മക്കളൊക്കെ വളർന്നു വലുതാകുന്നതിന് മുമ്പ് അവർക്കൊരു ചെറിയൊരു പ്രായമുണ്ടായിരുന്നു. ആ ചെറിയ പ്രായത്തിൽ അംഗനവാടികളിൽ കൊണ്ടുചെന്നാക്കുമ്പോൾ എനിക്ക് അമ്മേ ഇന്ന് സ്കൂളിൽ പോകേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശാഠ്യം പിടിക്കുന്ന നമ്മുടെ ഇന്ന് വളർന്നു വലുതായ ആ മകന്റെ പഴയ രൂപം ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക. ചിന്തിച്ചു പോകും. വയോജന ദിനാചരണത്തോടനുബന്ധിച്ച് വടക്കേക്കാട് പഞ്ചായത്തിലെ 6-ാം വാർഡിലെ ജനകീയ വികസന സമിതി വയോജനങ്ങളുമൊത്ത് സ്നേഹയാത്ര നടത്തി. കൊടമന സ്മാരക ഗ്രന്ഥാലയത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച യാത്ര വാർഡംഗം സിന്ധു മനോജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 30 വയോധികർ അടങ്ങിയ സംഘം പീച്ചി ഡാമിലേക്കാണ് പോയത്. സമിതി ചെയർമാൻ പ്രേംരാജ്, സെക്രട്ടറി ഭാസ്കരൻ കൊച്ചന്നൂർ, മിനി ജയൻ, സുബിത എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ചാലിശ്ശേരിയിൽ ഹാജി സംഗമവും ദുവാ മജ്ലിസും പ്രാർത്ഥനാ സദസ്സും നടത്തി. കടവല്ലൂർ അബ്ദുൾ റഹ്മാൻ ഫൈസിയുടെ നേതൃത്വത്തിൽ 20 വർഷത്തിനുള്ളിൽ ഹജ്ജ് ഉംറ നടത്തിയ ഹാജിമാരുടെയും ഹജ്ജുമ്മമാരുടെയും സംഗമവും പ്രാർത്ഥനാ സദസ്സുമാണ് നടന്നത്. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ഹാരിസലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അൽബദർ ഹജ്ജ് ഗ്രൂപ്പ് ഡയറക്ടർ ഉസ്താദ് ഹൈദരലി സാദി ആലൂർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കടവല്ലൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി. പന്താവൂർ അഷ്റഫി, ഉസ്താദ് അലി വഹബി, ഇർഷാദ് മദനി, മക്ക, ഹസൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. പരിശുദ്ധമായ കഅബ കാണുന്ന സമയത്ത് പരിശുദ്ധമായ ആ മക്ക, പരിശുദ്ധമായ നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുന്ന പരിശുദ്ധമായ കഅബ ശരീഫ് നമ്മുടെ കണ്ണിലേക്ക് കാണുമ്പോൾ ഏതൊരു മുഅ്മിനിന്റെയും ഏതൊരു മുസ്ലിമിൻ്റെയും മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദം, എന്തെന്നില്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്തൊരു സ്നേഹം കണ്ണിൽ നിന്നും ഏത് വലിയ പാറക്കെട്ടുകളെ പോലെയുള്ള പാറ പോലെയുള്ള മനസ്സുകളാണെങ്കിലും അതെല്ലാം ഒരുങ്ങിത്തീരുന്ന ഹൃദയങ്ങൾ വല്ലാതെ അലിഞ്ഞു പോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നമുക്കറിയാം. ഡിവൈഎഫ്ഐ മുണ്ടത്തിക്കോട് മേഖലാ സമ്മേളനം നടന്നു. കല്ലെടുത്തുപടി ഗ്രാമസഭാ ഹാളിൽ നടന്ന സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ആൻസൺ സി ജോയ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് KR സുജീഷ് അധ്യക്ഷനായി. PG സതീഷ്, P ഉണ്ണികൃഷ്ണൻ, KM മൊയ്തു, രവി കൊമ്പത്ത്, മിഥുൻ, സജീവ്, CR കാർത്തിക, MS വിനോദ്, MR ഷാജൻ, KR പ്രശാന്ത്, ലതി നന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തെങ്ങിൻപറമ്പിൽ സോഫ്റ്റ് സ്പിൻ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ പന്നിത്തട മേഖലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐ AL വായനശാല യൂണിറ്റാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. പന്നിത്തട മേഖലാ സെക്രട്ടറി സുബിൻ AS ഉദ്ഘാടനം ചെയ്തു. അഖിൽ AM അധ്യക്ഷനായി. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഗിൽസൺ KV, നൌഫൽ, യൂണിറ്റ് സെക്രട്ടറി ശരത്, ധീരജ് AM തുടങ്ങിയവർ സംസാരിച്ചു. വിജയികൾക്ക് CPIM പന്നിത്തട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പുരുഷോത്തമൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
കുന്നംകുളം തെക്കേങ്ങാടി സെന്റ് മത്തിയാസ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. അഹമ്മദാബാദ് ഭദ്രാസനാധിപനും കുന്നംകുളം ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്തയുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബുധനാഴ്ച വൈകിട്ട് 7-ന് സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടാകും. വ്യാഴാഴ്ച പ്രഭാത നമസ്കാരം, 3-ന്മേൽ വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പൽ എന്നിവയുമുണ്ടാകും. 5-ാം തീയതി ഞായറാഴ്ച പെരുന്നാൾ സമാപിക്കും. കാട്ടകമ്പൽ പഞ്ചായത്തിലെ കാഞ്ഞിരത്തിങ്കൽ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ചെയ്യുന്ന കരനെൽ കൃഷിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ അനിത മുരളി നിർവഹിച്ചു. മേറ്റുമാരായ ബിന്ദു സുരേഷ്, വിജയലക്ഷ്മി, ഗീത സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ 30ഓളം വരുന്ന തൊഴിലാളികൾ ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. നവമാധ്യമ കാഴ്ച. സത്യവും ധർമ്മവും കൈമുതലാക്കി അഹിംസയിൽ നിന്നും വ്യതിചലിക്കാതെ സ്വതന്ത്ര ഇന്ത്യയെ കെട്ടിപ്പടുത്ത മഹാത്മാഗാന്ധിക്ക് 150ാം പിറന്നാൾ. മഹാത്മാവിന്റെ ഓർമ്മയിൽ രാജ്യം മുഴുകുമ്പോൾ ഒക്ടോബർ 2-ൽ തെളിയുന്ന ഗാന്ധിയൻ ചിത്രമാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയിൽ. ദൃശ്യം നൽകിയിരിക്കുന്നത് മറ്റത്തുനിന്ന് ജോയൽ കെ ജോസ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 3440 രൂപ, പവന് 27,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. മരത്തങ്കോട് കിടങ്ങൂർ മേപ്പറമ്പത്ത് ശിവരാജന്റെ മകൾ 15 വയസ്സുള്ള അശ്വതിയാണ് മരിച്ചത്. 5 മാസം മുമ്പാണ് അസുഖം ബാധിച്ചത്. തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മല്ലിക മാതാവും ശ്രീകുട്ടൻ സഹോദരനുമാണ്. പടിഞ്ഞാറങ്ങാടി പണിക്കരുപടി അരിമ്പൂര് വളപ്പിൽ മുഹമ്മദ് എന്ന ഡ്രൈവർ കുഞ്ഞിപ്പ നിര്യാതനായി 80 വയസ്സായിരുന്നു. മൊയ്തീൻകുട്ടി, അബ്ദുൽ ഖാദർ, ഷംസുദ്ദീൻ, സയ്യിദ് മുഹമ്മദ്, ആയിഷ എന്നിവർ മക്കളാണ്. പുന്നൂർകുളം പരൂർ വെറ്റിനറി ആശുപത്രി റോഡിൽ പരേതനായ കണിയാമ്പറമ്പിൽ മുഹമ്മദ് ഭാര്യ പന്തലായിൽ തറയിൽ തിത്താമു നിര്യാതയായി 72 വയസ്സായിരുന്നു. യൂസഫ്, മജീദ്, അഷ്റഫ്, ഹസീന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാത്മാവിന്റെ 150ാം ജന്മവാർഷികം ആഘോഷിച്ച് രാജ്യം. നാടെങ്ങും പുഷ്പാർച്ചനയും പരിസര ശുചീകരണ പ്രവൃത്തികളും നടന്നു. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് പുന്ന നൌഷാദിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് SDPI പ്രവർത്തകൻ വടക്കാഞ്ചേരി തെക്കുംകര സ്വദേശി പാറയ്ക്കൽ അബ്ദുൾ ഷമീർ. പഴഞ്ഞി പരിശുദ്ധ എൽദോ മാർ ബസേലിയോസിന്റെ തിരുശേഷിപ്പ് സ്ഥാപിച്ച സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധന്റെ ഓർമ്മപ്പെരുന്നാൾ തുടങ്ങി. മുത്തപ്പന്റെ അനുഗ്രഹം തേടി ആയിരങ്ങൾ പഴഞ്ഞിയിലേക്ക് ഒഴുകുന്നു. പെരുന്നാൾ ആഘോഷക്കാഴ്ചകൾ CCTV പ്രാദേശികം ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും തത്സമയം പ്രേക്ഷകരിലേക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.